സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മൾ പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസികളായ ആൾക്കാർ കൃത്യമായിട്ട് ചെയ്യുന്നൊരു ചടങ്ങാണ് കുളി കഴിഞ്ഞാൽ എൻ്റെ നെറ്റിയിൽ വെച്ചതുപോലെ ചന്ദനം വെക്കും, കളഭം വെക്കും, കോപീചന്ദനം വെക്കും, കുങ്കുമം വെക്കും. ഇതൊക്കെ കൂടാതെ തന്നെ വെക്കുന്ന മറ്റൊരു വസ്തുവാണ് ഭസ്മം. എന്നാൽ ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുളി കഴിഞ്ഞാൽ ഭസ്മം തൊടുന്നുണ്ട്, എന്നാൽ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുവാണ് ഭസ്മം. അതെന്തിനാണെന്ന് ആദ്യം മനസ്സിലാക്കണം. നിർബന്ധമായിട്ടും നമ്മൾ ഭസ്മം നിത്യേന ഈ കുളിക്കുന്നതിന് മുമ്പ് തൊട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരമുണ്ടാകും എന്നർത്ഥം. ഒരുപാട് രോഗങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കും. ഒരുപാട് രോഗങ്ങളിൽ നിന്ന്. അതിൽ പ്രധാനമായ കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ഉള്ളിലുള്ള നീർക്കെട്ടിനെ വലിച്ചെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമാണ് ഭസ്മം. അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള അണുക്കളെ ശുദ്ധീകരിക്കാൻ, അണുക്കളെ ഇല്ലാതാക്കാൻ ഏറ്റവും ഉത്തമമാണ് ഭസ്മം. അത് ഉള്ളിലുള്ളതായാലും വേണ്ടില്ല, വെളിയിലുള്ളതായാലും വേണ്ടില്ല. ഉള്ളിലുള്ള ഈ അണുക്കളെ നശിപ്പിക്കാൻ ഭസ്മത്തിന് കഴിയും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതെന്നറിയോ? ഇപ്പോൾ സാധാരണഗതിയിൽ ഈ ഭസ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം. ഒരാളൊരു അപകടത്തിൽപ്പെടുന്നു. എങ്ങനെ അപകടത്തിൽപ്പെടുന്നു? ഒരാൾ വെള്ളത്തിൽ വീണ് പോയിരിക്കട്ടെ, നീന്തൽ അറിയാത്ത ആളാണ്, അല്ലെങ്കിൽ നീന്തൽ അറിയുന്നതിൻ്റെ കൈ കുഴഞ്ഞു, അവർ മുങ്ങിപ്പോയി. പിന്നെ ആൾക്കാരൊക്കെ ഓടി വന്ന്, ഫയർഫോഴ്സൊക്കെ ഓടി വന്ന് ഈ കുട്ടിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്നു. ഏകദേശം വയറൊക്കെ വെള്ളം കുടിച്ചിട്ടുണ്ടാവും. അപ്പോഴെന്ത് ചെയ്യും? മെല്ലെ അവരെ വയറിനും ഇതിലൊക്കെ ഇങ്ങനെ അമർത്തി കൊടുക്കും. മൂക്കിലൂടെയും വായിലൂടെയൊക്കെ ഇങ്ങനെ വെള്ളം പുറത്തേക്ക് വരും, ഇല്ലേ? എന്നാലും പൂർണ്ണമായിട്ട് വെള്ളം പുറത്തേക്ക് വരില്ലേ? അല്പം അവിടെ ഉണ്ടാവും. ഇനി ഇതല്ല എങ്കിൽ ചില ആൾക്കാർ ചെയ്യുന്ന വെച്ചാൽ ഈ വായിൻ്റെ അടി മൂക്കിൻ്റെ അടി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കുമല്ലോ. ഈ മൂക്കിൽ ഈ ശരീരത്തിലുള്ള വെള്ളത്തിന് വലിച്ചെടുക്കും. എന്നാലും പൂർണ്ണമായിട്ട് വെള്ളം പോകില്ല. ആ നീര് ഈ ശരീരത്തിൽ കയറി കഴിഞ്ഞത് പൂർണ്ണമായിട്ട് പോകാൻ വേണ്ടി പണ്ട് കാലങ്ങളിൽ ചെയ്യുന്ന ഒരു ഇതാണ്. പ്രത്യേകിച്ച് ഈ വൈദ്യന്മാരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഭസ്മം നല്ല പേസ്റ്റ് ഒരു പോലെ കുഴക്കും. ഭസ്മം എന്ന് പറഞ്ഞാൽ വെണ്ണീര്, ചാരം, ഇത് തിരിച്ചാൽ മതി. നല്ലപോലെ കുഴച്ച് ഈ ശരീരം ആസകലം പൊതിയും. കുറച്ച് കട്ടിയിൽ തന്നെ പൊതിഞ്ഞോളൂ. നല്ലപോലെ മുഖം, ഇവിടെ താടി, വയറ്, നെഞ്ച്, കാല് ഇവിടെയൊക്കെ പൊതിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉണ്ടാവും ഈ ഭസ്മം മുഴുവൻ തന്നെ വെള്ളത്തിലിങ്ങനെ ഒഴുകിപ്പോകുന്നത് കാണാൻ പറ്റും. ശരീരത്തിലുള്ള ഭസ്മം പൊതിഞ്ഞല്ലോ, ആ പൊതിഞ്ഞ ഭസ്മം ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകിപ്പോകുന്നതാണ്. ഈ ഒഴുകാൻ മാത്രം വെള്ളം എവിടെ ഇട്ടു? നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് പൊതിഞ്ഞതാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഭസ്മം ഈ നമ്മുടെ ശരീരത്തിലുള്ള എന്തിനേറെ ലെൻസിൽ പോലുമുള്ള വെള്ളത്തിനെ മുഴുവൻ വലിച്ചെടുക്കും. ആ നീർക്കെട്ടിനെ വലിച്ചെടുത്ത് അത് പുറന്തള്ളപ്പെടും. ഈ ഭസ്മത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമാണത്. നമ്മൾ മഴ നനഞ്ഞു എന്നിരിക്കട്ടെ, ഈ മഴ നനഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില ആൾക്കാർ പലതും തുണിയോട് നല്ലപോലെ തോർത്തിക്കഴിഞ്ഞാലും ഈ വെള്ളത്തിൻ്റെ ഇതുപോലെ മൂർധാവിലിറങ്ങിയത് അല്പം ഭസ്മം എടുത്തിട്ട് അവിടെ ഇട്ട് കൊടുത്താൽ മതി, അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഭസ്മത്തിന് അത്രയേറെ പ്രാധാന്യം. ഭസ്മാധാരണം എന്നാണ് പറയാറ്. ഭസ്മം ധരിക്കുമ്പോൾ ശരീരം ആസകലം ഭസ്മം ധരിക്കണം. ശിവൻ ആ ഒരു തത്വം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ശിവരൂപത്തിലൂടെ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ ഈ ഭസ്മത്തിന് വളരെയേറെ ഗുണമുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നീർക്കെട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അവിടെ നമ്മൾ ഈ ഭസ്മം തുടർച്ചയായിട്ട് പൊതിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ നീർക്കെട്ട് ഇല്ലാതാക്കാൻ പറ്റും. പഴുപ്പുണ്ട് തിരികട്ടെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും, ഈ പഴുപ്പുള്ളിടത്തും നമുക്ക് ഈ ഭസ്മം ഇട്ട് കൊടുക്കാം.
ആ പഴുപ്പ് പൊട്ടുകയും ചെയ്യും, ആ മുഴുവൻ തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഭസ്മത്തിൻ്റെ ഗുണങ്ങളാണ്. അത് കഴിഞ്ഞിരിക്കട്ടെ, ഇത് മാത്രമല്ല, ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അല്പം ഭസ്മം എടുത്തിട്ട് നെറുകയിലിടുന്നത് ഉത്തമമാണ്. നെറുകയിൽ മാത്രമല്ല, നമുക്കിപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഭസ്മം ഇട്ടിട്ട് പോകുമ്പോൾ ചില ആൾക്കാർക്ക് അയ്യോ നാണക്കേട്, എല്ലാവരും കണ്ടാൽ എന്താ വിചാരിക്കുക, ഞാനൊരു സ്വാമിയാണെന്ന് വിചാരിക്കുമോ എന്നൊരു സംശയം കൊണ്ട് ഭസ്മം തൊടാറില്ല പല ആൾക്കാരും. എന്നാൽ വീടിൻ്റെ അകത്ത് നിന്ന് അത് ആരും കാണില്ലല്ലോ, നിങ്ങളുടെ കുടുംബക്കാരിലെ കാണുമല്ലോ. പരമാവധി ഭസ്മം ശരീരം ഉപയോഗിക്കുക. കുളി കഴിഞ്ഞു, ഒന്ന് കാലും മുഖമൊക്കെ കഴുകി, അല്ല വാ കഴുകി എല്ലാം ചെയ്തു, നിങ്ങളെന്ത് വേണമെന്നറിയോ, അല്പം ഭസ്മം എടുത്ത് നെറുകയിലിടുക. അതോടൊപ്പം നെറ്റിത്തടം, ഈ ലലാടമായിട്ട് ഭാഗം മൊത്തമായിട്ട് അങ്ങോട്ട് ഇടുക. നാണക്കേട് മടി തോന്നുന്നുണ്ടെങ്കിൽ നെറ്റിയിൽ ഇവിടെ മുൻഭാഗത്ത് മാത്രം ഇടാം. മൊത്തമായിട്ട് ഇടുന്നത് ഉത്തമമാണ്, അതിന് ഗുണം ഞാൻ പറയാം. അതുപോലെ തന്നെ ചെവിയുടെ താഴെ കീഴ്ച്ചെവിയില്ലേ, ഈ 2 ഭാഗത്തും അല്പം തൊട്ട് കൊടുക്കുക. അതോടൊപ്പം നെഞ്ചിൽ തൊടുക, തൊണ്ടക്കുഴിയിൽ തൊടുക, 2 കൈയുടെ ഈ പലകയില്ലേ അവിടെ തൊട്ട് കൊടുക്കുക, പൊക്കിളിൽ തൊട്ട് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നതിനറിയാം, നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനാണ്. നമ്മുടെ ഈ നെറ്റിത്തടത്തിൽ പിടിക്കുന്ന സമയത്ത് നമ്മുടെ നെറ്റിയിലിട്ടിരുന്ന ആ അണുക്കളെ പൂർണ്ണമായിട്ടും, മുഖത്തുള്ള അണുക്കളെ പൂർണ്ണമായിട്ടും വലിച്ച് ശുദ്ധീകരിക്കും. സ്ഥിരമായിട്ട് ഭസ്മം തൊടുന്ന ആൾക്കാർക്ക് മുഖക്കുരു വരില്ല എന്നാണ് പറയുന്നത്. സ്ഥിരമായിട്ട് നല്ലപോലെ ഭസ്മവും കാര്യങ്ങളും കൃത്യമായിട്ട് തൊടുന്നുണ്ടെങ്കിൽ മുഖക്കുരു, മുഖത്തെ പഴുപ്പ്, കാര ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല, ഒരിക്കലും വരില്ല എന്നാണ് പറയുന്നത്. കാരണം അതിനൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ ഭസ്മത്തിനുള്ളത് കൊണ്ട് അത് മുഴുവൻ തന്നെ എടുത്ത് കളയും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഈ പറയുന്ന മർമ്മസ്ഥലങ്ങളിലെല്ലാം തൊടുന്ന അവസരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ളതായത് മൊത്തം തന്നെ ആ അണുക്കളെ പൂർണ്ണമായും നശിപ്പിച്ച് നമ്മുടെ ശരീരം ശുദ്ധീകരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കുക. ഈ പട്ടിയോ പൂച്ചയോ ഒക്കെ മുറിവ് പറ്റിയെന്നിരിക്കട്ടെ, പഴുപ്പ് വന്നിരിക്കട്ടെ, നിങ്ങൾ അല്പം അടുപ്പിൽ നിന്ന് ചാരമെടുത്തിട്ട് ആ മുറിവിൽ ഇട്ട് കൊടുത്തിട്ട് 2-3 ദിവസം കൊണ്ട് അത് പൂർണ്ണമായിട്ടും ഭേദമായിട്ടുണ്ടാകും. വേറെ ഒരു മരുന്നും വേണ്ട, ഒരു മരുന്ന് വേണം. നമ്മളുടെ തന്നെ മുറിവുണ്ടെങ്കിൽ നല്ല ഭസ്മം എടുത്തിട്ട് അവിടെ വെച്ച് കൊടുത്താൽ ആ മുറിവ് പെട്ടെന്ന് ഒറ്റ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് അത് കരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിനെ മൊത്തമായി ശുദ്ധീകരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഭസ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ധരിക്കുക. കുളി കഴിഞ്ഞാലും ധരിക്കുക, കുളി കഴിഞ്ഞിട്ടില്ലെങ്കിലും ധരിക്കുക. അയ്യോ കുളിച്ചിട്ടില്ല അതുകൊണ്ട് ഭസ്മം ധരിക്കാൻ പറ്റുമോ? നിർബന്ധമായിട്ടും ധരിക്കുക. അത് കാലും മുഖം കഴുകിയിട്ട് ഒന്ന് ശുദ്ധി വരുത്തി. ഇനിയിപ്പോൾ നമ്മൾ ഒരാൾ രോഗിയാണ്, കിടപ്പിലായ രോഗിയാണെന്ന് ഇരിക്കട്ടെ, കിടപ്പിലായ രോഗിക്കാണെങ്കിൽ പോലും നമ്മൾ അവരുടെ ശരീരം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നിങ്ങൾ ഈ പറയുന്ന സ്ഥലത്ത് ഭസ്മം തൊട്ട് കൊടുക്കുകയാണെങ്കിൽ അവരുടെ ശരീരം ഈ പൊട്ടുന്നത് ഇല്ലാതാക്കാൻ പറ്റും. പെട്ടെന്ന് പൊട്ടിയിട്ട് അണുപ്രസരം ഉണ്ടാകില്ല. അത് ശരീരത്തെ എവിടെയൊക്കെയാണോ ഭസ്മം ഇടാൻ പറ്റുമോ അത് അത്രയും സ്ഥലത്ത് ഭസ്മം ധരിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ ശരീരത്തിനെ അണുക്കളിൽ നിന്നും സംരക്ഷിക്കാൻ ഏറ്റവും ഉത്തമമാണ് ഈ ഭസ്മധാരണം എന്നർത്ഥം. കുളി കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിലേക്ക് പോകുന്ന സമയത്ത് വെളിയിൽ നിന്നും നമ്മളെ ശരീരത്തിലേക്ക് എത്തുന്ന ഭസ്മത്തെ ഈ അണുക്കളെയും നശിപ്പിക്കും. അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ഭസ്മം ധരിച്ചിരുന്നു. എല്ലാ വീടിൻ്റെയും മുൻഭാഗത്തൊരു ഭസ്മക്കൊട്ട വെക്കും. ആൾക്കാർക്ക് വരുന്ന ആൾക്കാർക്ക് പോകുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഭസ്മക്കൊട്ടയിൽ ഭസ്മം എടുത്തിട്ട് തൊട്ടിട്ട് അങ്ങോട്ട് പോകുക. അപ്പോൾ ഈ ഒരു ശീലം നമ്മൾ ഉണ്ടാക്കുക. അതുകൊണ്ട് എന്തായിരിക്കും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടും, നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ രോഗങ്ങളിൽ നിന്നും നമ്മളെ മുക്തി നേടാനും വളരെ ഉപകാരപ്രദമാണ്. നമുക്കൊന്ന് ചെയ്തുകൂടെ? പുറത്തുനിന്നൊക്കെ ഇറങ്ങാൻ മടിയുണ്ടെങ്കിൽ വീട്ടിൽ നിന്നായാലും നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും നമ്മളിത് ചെയ്തു കൊടുക്കുക. നമ്മൾ അസുഖം വന്നിട്ട് ഡോക്ടർക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അസുഖം വരാതെ നോക്കുന്നതല്ലേ നല്ലത്. എന്തിനാണ് നമ്മൾ അലോപ്പതി മരുന്ന് കണ്ടമാനം കഴിച്ച് നമ്മുടെ ശരീരത്തിനെ കേടാക്കുന്നത്? അപ്പോൾ ഏറ്റവും നല്ലത് ഈ ഭസ്മധാരണം നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ഏതായാലും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.